ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് അതെ സൈക്കോ, ഒരു കുഴപ്പമില്ല. അവരെ ഇറക്കിക്കൊണ്ട് കൊണ്ടുവരുമ്പോ അവര് പറഞ്ഞു ഇതുപോലെ ടാക്സിന്റെ വിഷയം ആയിക്കോട്ടെ കാണിച്ചു ഇവിടുത്തെ സാധനം എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് അങ്ങനെ ആവുന്ന പണിക്ക് നിന്നാ മതി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. മക്കള് പൊക്കോ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കണ്ട. ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കണ്ട. നീ ഇരിക്കണ പോലെ ഞാൻ മണ്ണെണ്ണ വെച്ചോണ്ട് ചാൻ പോവാ. എനിക്കത് അറിയാതില്ല ചെയ്ത് ഇന്ന് കേരളത്തിൽ വന്നൊരു വണ്ടി റേസ് ചെയ്ത് കേരളത്തിൽ കൂടെ ഓടിച്ചതാണ്. ഇവിടെ ഇരിക്കുക, സംസാരിക്കട്ടോ. ഈ വണ്ടി അന്യ സംസ്ഥാനത്ത് ഇനി ഞങ്ങൾ പോകാൻ പറ്റൂല. കേരളത്തിലെ എംപിയുടെയാണ് വണ്ടി പിടിച്ച അത് വിറ്റ് തരും, അല്ലെ പറഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷെ കേരളം വിട്ട് നടക്കൂല. ഇത് എത്ര പ്രാവശ്യം 10 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോ തന്നെ. ഞാൻ എന്റെ ചാനലിലൂടെ ഇന്നൊരു ആർട്ടിവയ്ക്കും പോലീസിനെ ഒരു വാക്കുകൂടി സംബന്ധിച്ചാണ് സാറേ. ഞങ്ങളല്ല സാറേ, എന്റെ അമ്മയാണ് സത്യം. സാറേ അത് ഞാൻ ചെയ്ത അല്ല സാർ. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ എനിക്ക് ഒരാളെ വെല്ലുവിളിക്കാൻ പറ്റുമോ? എനിക്കൊരു ആളെ ചോദിക്കാൻ പറ്റുമോ? എനിക്ക് ഒരാളെ വെല്ലുവിളിക്കാൻ പറ്റും. ഒരു ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റും. ഒരു പോലീസിനെ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്താ സാറേ? ഒരു എല്ലാ ടാക്സ് അടിച്ചടച്ച വണ്ടിയാണ്. അതിന് കർട്ടൻ അതില്ല, സൺഫിലിമിൽ എന്തൊക്കെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ആ വണ്ടി ഏറെയുടെ എത്ര രൂപ അടയ്ക്കുന്ന വണ്ടിക്ക്. ഇത് കൂടുതൽ കെട്ടുതാരി ഇട്ട വണ്ടിയാണ്. യാത്ര ഉള്ള സ്നേഹത്തെ ഇന്നവരെ എംപിടിക്കുന്ന ഒരു മനുഷ്യൻ സാറേ ആ പുള്ളി കേൾപ്പിക്കോ സമ്മതിക്കും. ആ പുള്ളി സമ്മതിക്കട്ടെ. സാറ് ഒരു ഓൺലൈനിൽ ഒരു കാര്യമില്ല. കാരണം അതൊക്കെ എന്ത് സാറ് മനസ്സിലാവും. സാറ് കണ്ടോ? ഈ സാറ് കാണിക്കുന്ന ഒരു മര്യാദ സാറ് കണ്ടു. ഈ സാറ് കാണിക്കുന്ന ഒരു മര്യാദ മര്യാദ തന്നെ കൊടുക്കണം. ഇസ്രോ യുവതലമുറ മാതൃകയാക്കി കാണും. ആ യുവതലമുറ ഞാൻ പറഞ്ഞത് നമ്മൾ കേരളത്തിലെ പൂവിട്ട് പൂജിക്കണം. ചതിച്ചു